നമസ്കാരം. എജുവേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 അക്ഷര കൈരളി പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള +2 തുല്യത ഹിസ്റ്ററി മാതൃകാ ചോദ്യപേപ്പർ വിശകലനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു വിഷയങ്ങളുടെ മാതൃകാ ചോദ്യപേപ്പറുകളും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യോത്തരങ്ങളും ക്ലാസ്സിൽ ഉടൻ തന്നെ ഉൾപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ മറ്റൊരു കാര്യം, വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം എഡിറ്റ് ചെയ്യാൻ സാധ്യമല്ലാത്തതിനാൽ ഉത്തരങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് കമന്റായി പിൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ക്ലാസ് കാണുന്നവർ ഫസ്റ്റ് കമന്റും കൂടി ഒന്ന് നോക്കുവാൻ ശ്രമിക്കുക. ചോദ്യപേപ്പർ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുവാനാണ്. ചേരുംപടി ചേർക്കുവാനായി എ കോളത്തിൽ നൽകിയിരിക്കുന്നത് മെഗസ്തനീസ്, കൗഡില്യൻ, ഹരിസേനൻ, ജെയിംസ് പ്രിൻസെപ്പ്. ബി കോളത്തിൽ ബ്രാഹ്മി ലിപി, അലഹാബാദ് സ്തംഭലിഖിതം, ഇന്ത്യക്ക, അർത്ഥശാസ്ത്രം. ഇനി ഇതൊന്നു ചേരുംപടി ചേർക്കാം. മെഗസ്തനീസ് ഇന്ത്യക്ക, മെഗസ്തനീസ് ഇന്ത്യക്ക. കൗഡില്യൻ അർത്ഥശാസ്ത്രം, കൗഡില്യൻ അർത്ഥശാസ്ത്രം. ഹരിസേനൻ അലഹാബാദ് സ്തംഭലിഖിതം, ഹരിസേനൻ അലഹാബാദ് സ്തംഭലിഖിതം. ജെയിംസ് പ്രിൻസെപ്പ് ബ്രാഹ്മി ലിപി, ജെയിംസ് പ്രിൻസെപ്പ് ബ്രാഹ്മി ലിപി. ഇനി ഇവരെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഒന്ന്, മെഗസ്തനീസ് ഗ്രീക്ക് ചരിത്രകാരനും നയതന്ത്രജ്ഞനുമായിരുന്നു. സെലൂക്കസ് നിക്കേറ്ററുടെ സ്ഥാനപതിയായി ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലെത്തിയതാണ്. ഇന്ത്യയെക്കുറിച്ചുള്ള ഇന്ത്യക്ക എന്ന ഗ്രന്ഥം രചിച്ചു. മൗര്യകാലത്തെ ഭരണവും സമൂഹവും സംബന്ധിച്ച പ്രധാന വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ലഭ്യമാണ്. മെഗസ്തനീസിന്റെ ഇന്ത്യക്ക ഇന്ന് പൂർണ്ണ രൂപത്തിൽ ലഭ്യമല്ല. അതിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് പിന്നീട് ജീവിച്ചിരുന്ന ഗ്രീക്ക് റോമൻ എഴുത്തുകാരായ സ്ട്രോബോ, ആര്യൻ, ഡയോഡോറസ് തുടങ്ങിയവരുടെ കൃതികളിൽ ഉദ്ധരണികളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിവരങ്ങൾ ടെക്സ്റ്റിലില്ല, നിങ്ങൾക്ക് അറിവിന് വേണ്ടി ഒന്ന് വിശദീകരിച്ചതേ ഉള്ളൂ. കൗഡില്യൻ ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാന ഉപദേഷ്ടാവും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്നു. അർത്ഥശാസ്ത്രം എന്ന പ്രശസ്ത ഗ്രന്ഥത്തിന്റെ കർത്താവാണ്. ഭരണ സംവിധാനം, സമ്പദ് വ്യവസ്ഥ, നികുതി, വിദേശ നയം എന്നിവയെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നു. അടുത്തത് ഹരിസേനൻ. സമുദ്രഗുപ്തന്റെ രാജകവിയും മന്ത്രിയുമായിരുന്നു. സമുദ്രഗുപ്തനെ പറ്റി വിവരങ്ങൾ നൽകുന്ന അലഹാബാദ് സ്തംഭലിഖിതം രചിച്ചത് ഹരിസേനനാണ്. ഇതിൽ സമുദ്രഗുപ്തന്റെ സൈനിക വിജയങ്ങളും ഭരണ സവിശേഷതകളും പരാമർശിക്കുന്നു. അടുത്തത് ജെയിംസ് പ്രിൻസെപ്പ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനും പുരാവസ്തു ഗവേഷകനുമായിരുന്നു. അശോകന്റെ ശിലാശാസനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ബ്രാഹ്മി ലിപി നൂറ്റാണ്ടുകളായി ആളുകൾക്ക് വായിക്കാൻ കഴിയാതിരുന്ന ലിപിയായിരുന്നു. ജെയിംസ് പ്രിൻസെപ്പ് ബ്രാഹ്മി ലിപി കണ്ടെത്തുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്തു. അതിൽ പിയദശി എന്ന പേരിൽ പരാമർശിച്ചിരിക്കുന്നത് അശോക ചക്രവർത്തിയാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇതിലൂടെ അശോകനെ കുറിച്ചും മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചും കൂടുതൽ ചരിത്ര വിവരങ്ങൾ ലഭ്യമായി. അടുത്തത് 2 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. രണ്ടാമത്തെ ചോദ്യം, ഗരീബ് നവാസ് എന്നറിയപ്പെടുന്നത് ആര്? ഗരീബ് നവാസ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: കാജ മൊയിനുദ്ദീൻ, ബസവണ്ണ, സുന്ദരാർ, അപ്പാർ. ഉത്തരം കാജ മൊയിനുദ്ദീൻ. ഉത്തരം കാജ മൊയിനുദ്ദീൻ. പേജ് നമ്പർ 69 ഇതേക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. സൂഫി വര്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ് ഗരീബ് നവാസ് എന്നറിയപ്പെടുന്ന കാജ മൊയിനുദ്ദീൻ ചിസ്തി. അജ്മീർ ദർഗയിലാണ് ഇദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. മൂന്നാമത്തെ ചോദ്യം, കർണാടകത്തിലെ വീരശൈവ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകന്റെ പേരെഴുതുക. കർണാടകത്തിലെ വീരശൈവ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകന്റെ പേരെഴുതുക. ഓപ്ഷൻസ്: ആണ്ടാൾ, ബാസവണ്ണ, കബീർ, മീരാബായി. ഉത്തരം ബാസവണ്ണ. ഉത്തരം ബാസവണ്ണ. പേജ് നമ്പർ 66 നോക്കുക. 12ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപമെടുത്ത ഭക്തി പ്രസ്ഥാനമായിരുന്നു വീരശൈവ പ്രസ്ഥാനം. ബസവണ്ണയാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. അതുപോലെ വീരശൈവ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ലിംഗായത്തുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വീരശൈവ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ലിംഗായത്തുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നാലാമത്തെ ചോദ്യം,
നാലായിര ദിവ്യ പ്രബന്ധം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാലായിര ദിവ്യ പ്രബന്ധം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: നായനാർമാർ, വീരശൈവർ, ആഴ്വാർമാർ, സൂഫിസം. ഉത്തരം ആഴ്വാർമാർ. ഉത്തരം ആഴ്വാർമാർ. പേജ് നമ്പർ 65 ഇതേക്കുറിച്ച് കൊടുത്തിരിക്കുന്നത്. നോക്കുക. CE 6-ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിൽ രൂപം കൊണ്ട ഭക്തി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് ആഴ്വാർമാരും നായനാർമാരും. ആഴ്വാർമാർ വിഷ്ണുഭക്തരും നായനാർമാർ ശിവഭക്തരുമായിരുന്നു. നാലായിര ദിവ്യ പ്രബന്ധം ആഴ്വാർമാരുടെയും തേവാരം നായനാർമാരുടെയും കൃതികളാണ്. അഞ്ചാമത്തെ ചോദ്യം, പത്മാവത് എഴുതിയത് ആര്? പത്മാവത് എഴുതിയത് ആര്? ഓപ്ഷൻസ്: സമ്പന്താർ, അക്ബർ, മാലിക് മുഹമ്മദ് ജയ്സി, കബീർ. ഉത്തരം മാലിക് മുഹമ്മദ് ജയ്സി. ഉത്തരം മാലിക് മുഹമ്മദ് ജയ്സി. പേജ് നമ്പർ 70 നോക്കുക. പ്രമുഖ സൂഫി കവിയായിരുന്നു മാലിക് മുഹമ്മദ് ജയ്സി. ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനായി മാനവ സ്നേഹത്തെ ഒരു പ്രതീകമായി ഉപയോഗിച്ചുകൊണ്ട് മാലിക് മുഹമ്മദ് ജയ്സി രചിച്ച പ്രേമ കാവ്യമാണ് പത്മാവത്. സൂഫി ആശയങ്ങളും സ്നേഹം, ത്യാഗം, ആത്മീയത എന്നിവയും ഈ കൃതിയിൽ പ്രതിഫലിക്കുന്നു. ആറാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയെ കാലഗണനാക്രമത്തിൽ എഴുതുക. ചുവടെ തന്നിരിക്കുന്നവയെ കാലഗണനാക്രമത്തിൽ എഴുതുക. ചുവടെ തന്നിരിക്കുന്നത് വൈക്കം സത്യഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യഗ്രഹം, കുണ്ടറ വിളംബരം. ഇതൊന്നു കാലഗണനാക്രമത്തിൽ എഴുതാം. 1. കുണ്ടറ വിളംബരം 1809. കുണ്ടറ വിളംബരം 1809. വൈക്കം സത്യഗ്രഹം 1924. വൈക്കം സത്യഗ്രഹം 1924. 3. ക്ഷേത്രപ്രവേശന വിളംബരം 1936. ക്ഷേത്രപ്രവേശന വിളംബരം 1936. 4. പാലിയം സത്യഗ്രഹം 1947. പാലിയം സത്യഗ്രഹം 1947. കുണ്ടറ വിളംബരം 1809 വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പുറപ്പെടുവിച്ച വിളംബരമാണ്. വൈക്കം സത്യഗ്രഹം 1924 വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിൽ എല്ലാ ജാതിക്കാർക്കും പ്രവേശനം നേടാൻ നടത്തിയ സമരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച് പുറപ്പെടുവിച്ച വിളംബരമാണ്. പാലിയം സത്യഗ്രഹം 1947 പാലിയം സത്യഗ്രഹം പാലിയം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൊതുവഴികളിൽ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നേടുന്നതിനായി നടത്തിയ സമരമാണ്. അപ്പോ ഇതിന്റെ കാലഗണനാക്രമത്തിലുള്ളത് ഒന്നുകൂടെ നോക്കാം. കുണ്ടറ വിളംബരം 1809, വൈക്കം സത്യഗ്രഹം 1924, ക്ഷേത്രപ്രവേശന വിളംബരം 1936, പാലിയം സത്യഗ്രഹം 1947. ഈ ക്രമത്തിൽ എഴുതുക. ഏഴാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രാചീന ഇന്ത്യയുടെ രൂപരേഖയിൽ ചുവടെ പറയുന്ന സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുക. തന്നിരിക്കുന്ന പ്രാചീന ഇന്ത്യയുടെ രൂപരേഖയിൽ ചുവടെ പറയുന്ന സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തുവാൻ തന്നിരിക്കുന്നത് ഡൽഹി, കാൻപൂർ, ആര, ഝാൻസി എന്നിവയാണ്. ഇത് 1857 വിപ്ലവം എന്ന 10ാമത്തെ ചാപ്റ്ററിലെ 135ാമത്തെ പേജിൽ നിന്നുള്ള രൂപരേഖയാണ്. ഇത് തന്നെയാണ് ചോദിക്കുന്നതെങ്കിൽ സ്ക്രീനിൽ കാണുന്നത് പോലെ അടയാളപ്പെടുത്തുക. കൂടാതെ മറ്റ് പാഠഭാഗങ്ങളിലെയും രൂപരേഖകൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത് 8 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. 8ാമത്തെ ചോദ്യം, ഹാരപ്പൻ ലിപിയുടെ 2 സവിശേഷതകൾ എഴുതുക. ഹാരപ്പൻ ലിപിയുടെ 2 സവിശേഷതകൾ എഴുതുക. പേജ് നമ്പർ 18 നോക്കുക. ഹാരപ്പൻ ജനതയ്ക്ക് അവരുടേതായ ഒരു എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ഹാരപ്പൻ ലിപി എന്ന് അറിയപ്പെടുന്നത്. ഈ ലിപി ഇന്ന് വരെ പൂർണ്ണമായി വായിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഹാരപ്പൻ ലിപിയുടെ 2 സവിശേഷതകൾ നോക്കാം. ഹാരപ്പൻ ലിപി ചിഹ്നങ്ങളും ചിത്രങ്ങളും അടങ്ങിയതാണ്. ചിഹ്നങ്ങൾ മനുഷ്യൻ, മൃഗം, പക്ഷി തുടങ്ങിയവയുടെ ചിത്രങ്ങളോട് സാമ്യമുള്ളവയാണ്. ലിഖിതങ്ങൾ പൊതുവെ ചെറുതാണ്. ഹാരപ്പൻ ലിപി പൊതുവെ വലത്തുനിന്ന് ഇടത്തേക്കാണ് എഴുതിയിരുന്നതെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്.
ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു രണ്ടെണ്ണം എഴുതുക. ഒൻപതാമത്തെ ചോദ്യം, മഹാജനപദങ്ങളുടെ രണ്ട് പ്രത്യേകതകൾ എഴുതുക. മഹാജനപദങ്ങളുടെ രണ്ട് പ്രത്യേകതകൾ എഴുതുക. പേജ് നമ്പർ 26 നോക്കുക. BCE 6-ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിൽ രൂപം കൊണ്ട മഹാജനപദങ്ങൾ രാഷ്ട്രത്തിന്റെ ആദ്യ രൂപങ്ങളായിരുന്നു. 16 മഹാജനപദങ്ങളാണ് ഉണ്ടായിരുന്നത്. മഗധയായിരുന്നു മഹാജനങ്ങളിൽ ഏറ്റവും ശക്തമായത്. ടെക്സ്റ്റ് ബുക്കിലെ മഹാജനപദങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഇനി മഹാജനപദങ്ങളുടെ പ്രത്യേകതകൾ നോക്കാം. ഭൂരിഭാഗം മഹാജനപദങ്ങളും ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. ചില മഹാജനപദങ്ങളിൽ സംഘ അഥവാ ഗണഭരണമായിരുന്നു നിലനിന്നിരുന്നത്. മഹാജനപദങ്ങൾക്ക് തലസ്ഥാന നഗരി ഉണ്ടായിരുന്നു. അവ കോട്ട കെട്ടി സംരക്ഷിക്കപ്പെട്ടിരുന്നു. ഉദ്യോഗസ്ഥ വൃന്ദവും സ്ഥിര സൈന്യവും ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു രണ്ടെണ്ണം എഴുതുക. 10ാമത്തെ ചോദ്യം, സിയാറത്ത്, ഖവാലി ഇവ എന്തെന്ന് വ്യക്തമാക്കുക. സിയാറത്ത്, ഖവാലി ഇവ എന്തെന്ന് വ്യക്തമാക്കുക. പേജ് നമ്പർ 69. ആദ്യം സിയാറത്ത് എന്താണെന്ന് നോക്കാം. സൂഫി വര്യന്മാരുടെ ആത്മീയാനുഗ്രഹം ലഭിക്കുമെന്ന വിശ്വാസത്താൽ അവരുടെ ശവകുടീരങ്ങളിലേക്ക് അഥവാ ദർഗകളിലേക്ക് നടത്തുന്ന തീർത്ഥാടനത്തെയാണ് സിയാറത്ത് എന്ന് പറയുന്നത്. ഇന്നും നിരവധി ആളുകൾ തീർത്ഥാടനം നടത്തുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് രാജസ്ഥാനിലെ അജ്മീറിലുള്ള ഖാജ മൊയിനുദ്ദീൻ ചിസ്തിയുടെ ദർഗ. ഇനി ഖവാലി എന്താണെന്ന് നോക്കാം. ഉറുദു ഭാഷയിലെ ഭാരതീയ സൂഫി പാരമ്പര്യത്തിലുള്ള ഭക്തിഗാന ശാഖയാണ് ഖവാലി. പ്രത്യേകം പരിശീലനം സിദ്ധിച്ച സംഗീതജ്ഞരാണ് ഖവാലികൾ. ഒരു ഗായകൻ പാടുകയും മറ്റുള്ളവർ കൈകൊട്ടിക്കൊണ്ട് ഏറ്റുപാടുന്ന രീതിയാണ് ഖവാലിയിലുള്ളത്. 11ാമത്തെ ചോദ്യം, മീരാബായിയെ കുറിച്ച് ലഘുകുറിപ്പ് എഴുതുക. മീരാബായിയെ കുറിച്ച് ലഘുകുറിപ്പ് എഴുതുക. പേജ് നമ്പർ 73. ഭക്തി പാരമ്പര്യത്തിലെ ഏറ്റവും പ്രസിദ്ധയായ കവയത്രിയും തികഞ്ഞ കൃഷ്ണഭക്തയുമായിരുന്നു മീരാബായി. ഭക്തിയുടെ സാരാംശം ഉൾക്കൊണ്ട് അചഞ്ചലമായി ജീവിച്ച ഒരു ഭക്തയായിരുന്നു അവർ. മീരാബായിയുടെ ജീവചരിത്രം പുനർനിർമ്മിച്ചിട്ടുള്ളത് അവരുടെ ഭജനകളിൽ നിന്നാണ്. മീരാബായി രചിച്ച ഭജനകളെല്ലാം കൃഷ്ണനെ സംബോധന ചെയ്തുകൊണ്ടുള്ള ഭക്തി ഗാനങ്ങളാണ്. അനുയായികളോ സംഘമോ ഒന്നുമില്ലാതിരുന്നിട്ടും നൂറ്റാണ്ടുകളായി പ്രചോദനത്തിന്റെ ഉറവിടമായി മീരാബായി അംഗീകരിക്കപ്പെടുന്നു. 12ാമത്തെ ചോദ്യം, വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ ആരല്ല? വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ ആരല്ല? പേജ് നമ്പർ 79. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു വിജയനഗര സാമ്രാജ്യം. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് സഹോദരന്മാരായ ഹരിഹരനും ബുക്കനുമാണ്. തുംഗഭദ്ര നദിയുടെ തീരത്ത് അവർ വിജയനഗരം എന്ന നഗരവും സ്ഥാപിച്ചു. സംഗമ, തുളുവ, സാലുവ, അരവിഡു എന്നീ 4 രാജവംശങ്ങൾ ഈ സാമ്രാജ്യം മാറി മാറി ഭരിച്ചു. 13ാമത്തെ ചോദ്യം, മുഗളന്മാരുടെ ഏതെങ്കിലും 2 തലസ്ഥാനങ്ങളുടെ പേരെഴുതുക. മുഗളന്മാരുടെ ഏതെങ്കിലും 2 തലസ്ഥാനങ്ങളുടെ പേരെഴുതുക. പേജ് നമ്പർ 107. പ്രൗഢഗംഭീരമായ തലസ്ഥാന നഗരിയും കൊട്ടാരങ്ങളും മുഗൾ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളാണ്. മുഗൾ ഭരണാധികാരികൾ അവരുടെ തലസ്ഥാന നഗരി ഇടയ്ക്കിടെ മാറ്റിയിരുന്നു. ആഗ്ര ബാബറിന്റെ കാലത്തും ലാഹോർ, ഫത്തേപൂർ സിക്രി എന്നിവ അക്ബറിന്റെ കാലത്തും ഷാജഹാനാബാദ് ഷാജഹാന്റെ കാലത്തും മുഗൾ തലസ്ഥാനങ്ങളായിരുന്നു. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു രണ്ടെണ്ണം എഴുതുക. 14ാമത്തെ ചോദ്യം, മുഗൾ രാജധാനിയിൽ നടത്തിയിരുന്ന 2 പ്രധാന ആഘോഷങ്ങൾ ഏതെല്ലാം? മുഗൾ രാജധാനിയിൽ നടത്തിയിരുന്ന 2 പ്രധാന ആഘോഷങ്ങൾ ഏതെല്ലാം? പേജ് നമ്പർ 108. മുഗൾ രാജധാനിയിൽ നിരവധി ആഘോഷങ്ങൾ ആഡംബരപൂർവ്വം നടന്നിരുന്നു. രാജാവിന്റെ ജന്മദിനം, ഇറാനിയൻ പുതുവത്സരമായ നൗറോസ് എന്നിവയായിരുന്നു അതിൽ പ്രധാനം. 15ാമത്തെ ചോദ്യം, ദീൻ ഇലാഹിയെ കുറിച്ച് ലഘുകുറിപ്പ് എഴുതുക. ദീൻ ഇലാഹിയെ കുറിച്ച് ലഘുകുറിപ്പ് എഴുതുക. പേജ് നമ്പർ 111. മതസൗഹാർദ്ദവും ഐക്യവും വളർത്തുന്നതിനായി മുഗൾ ചക്രവർത്തിയായ അക്ബർ രൂപീകരിച്ച പുതിയ മതവിശ്വാസമാണ് ദീൻ ഇലാഹി. മുഗൾ സാമ്രാജ്യത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളെ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സൂര്യനെയും പ്രകാശത്തെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആരാധനാക്രമത്തിന് അക്ബർ രൂപം നൽകി. ഇത് ദീൻ ഇലാഹി അഥവാ തൗഹീദ് ഇലാഹി എന്ന് അറിയപ്പെട്ടു.
16-ാമത്തെ ചോദ്യം 1857 കലാപവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രണ്ട് അഭ്യൂഹങ്ങൾ എഴുതുക. 1857 കലാപവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രണ്ട് അഭ്യൂഹങ്ങൾ എഴുതുക. പേജ് നമ്പർ 137. ഒന്നാമത്തെ അഭ്യൂഹം എൻഫീൽഡ് തോക്കുമായി ബന്ധപ്പെട്ടതാണ്. സൈനികർക്ക് നൽകിയ പുതിയ ഇനം എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്നതിന് ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന കൊഴുപ്പ് പുരട്ടിയ തിരകളിൽ പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്ന് വാർത്ത വരുന്നു. പന്നിയുടെ കൊഴുപ്പ് മുസ്ലിങ്ങൾക്കും പശുവിന്റെ കൊഴുപ്പ് ഹിന്ദുക്കൾക്കും നിഷിദ്ധമായിരുന്നു. ഇത് ഇരുവിഭാഗങ്ങളുടെയും മതവികാരത്തെ വ്രണപ്പെടുത്തി. രണ്ടാമത്തെ അഭ്യൂഹം ആട്ടയുമായി ബന്ധപ്പെട്ടതായിരുന്നു. മിലിറ്ററി കന്റോൺമെന്റിൽ നിന്നും വിതരണം ചെയ്യുന്ന ആട്ടയിൽ പശുവിന്റെയും പന്നിയുടെയും എല്ലുപൊടി കലർത്തുന്നുണ്ടെന്നായിരുന്നു രണ്ടാമത്തെ അഭ്യൂഹം. ഇത് ജനങ്ങളിൽ ഭയവും ബ്രിട്ടീഷ് ഭരണത്തോടുള്ള അവിശ്വാസം വർദ്ധിപ്പിക്കുകയും കലാപത്തിന് പ്രേരണയാവുകയും ചെയ്തു. മൂന്നാമത്തെ അഭ്യൂഹം മതപരിവർത്തനത്തെക്കുറിച്ചുള്ള അഭ്യൂഹമായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ നിർബന്ധിച്ച് ക്രിസ്തുമതത്തിലേക്ക് മതം മാറ്റാൻ ശ്രമിക്കുകയാണെന്ന അഭ്യൂഹം വ്യാപകമായി പ്രചരിച്ചു. ഇത് ജനങ്ങളിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് കാരണമായി. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു രണ്ടെണ്ണം എഴുതിയാൽ മതി. 17-ാമത്തെ ചോദ്യം കച്ചം എന്നാൽ എന്ത്? ഉദാഹരണം എഴുതുക. കച്ചം എന്നാൽ എന്ത്? ഉദാഹരണം എഴുതുക. പേജ് നമ്പർ 171. പെരുമാൾ കാലത്തെ പെരുമാറ്റച്ചട്ടങ്ങളെ പൊതുവെ കച്ചം എന്നാണ് വിളിച്ചിരുന്നത്. വ്യത്യസ്തങ്ങളായ കച്ചങ്ങൾ ഇക്കാലത്ത് നിലനിന്നിരുന്നു. ഉദാഹരണം മൂഴിക്കുളം കച്ചം. അടുത്തത് 18 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 3 സ്കോർ വീതമാണ്. 18-ാമത്തെ ചോദ്യം മഹായാന ബുദ്ധമതത്തെക്കുറിച്ച് ലഘുകുറിപ്പ് എഴുതുക. മഹായാന ബുദ്ധമതത്തെക്കുറിച്ച് ലഘുകുറിപ്പ് എഴുതുക. പേജ് നമ്പർ 48. ബുദ്ധന്റെ മരണശേഷം ബുദ്ധമതത്തിന്റെ വ്യാപനത്തോടൊപ്പം അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടുകയും തുടർന്ന് അത് ഹീനയാനം, മഹായാനം എന്നീ രണ്ട് വിഭാഗങ്ങളായി വിഭജിക്കപ്പെടുകയും ചെയ്തു. അവയിൽ ഒന്നാണ് മഹായാന ബുദ്ധമതം. മഹായാനം എന്ന വാക്കിന്റെ അർത്ഥം വലിയ വാഹനം എന്നാണ്. മഹായാനക്കാർ ഹീനയാന ബുദ്ധമതത്തിന്റെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചത്. അവർ ബുദ്ധനെ ഒരു ദൈവമായി ആരാധിച്ചു. ആശയപ്രചാരണത്തിന് സംസ്കൃത ഭാഷ ഉപയോഗിക്കുകയും ചെയ്തു. ഇങ്ങനെ ബുദ്ധനെ ദൈവമായി ആരാധിക്കുകയും ആരാധനാ പ്രചാരണത്തിന് സംസ്കൃത ഭാഷ ഉപയോഗിക്കുകയും ചെയ്ത ബുദ്ധമതത്തിലെ പ്രധാന വിഭാഗമാണ് മഹായാന ബുദ്ധമതം എന്ന് അറിയപ്പെടുന്നത്. 19-ാമത്തെ ചോദ്യം ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് ചുരുക്കി വിവരിക്കുക. ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് ചുരുക്കി വിവരിക്കുക. പേജ് നമ്പർ 150. 1917 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരനിലെ നീലം കർഷകരെ യൂറോപ്യൻ തോട്ടമുടമകൾ ചൂഷണം ചെയ്യുന്നതിനെതിരെയായിരുന്നു ഇത്. ഗാന്ധിജി കർഷകരുടെ അവസ്ഥ അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ഒടുവിൽ ഗവൺമെന്റ് ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു. കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ കർഷകരുടെ ദുരിതങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇത് ഗാന്ധിജിയുടെ ആദ്യത്തെ വിജയകരമായ സത്യാഗ്രഹമായി മാറി. 20-ാമത്തെ ചോദ്യം ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശങ്ങൾ പട്ടികപ്പെടുത്തുക. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശങ്ങൾ പട്ടികപ്പെടുത്തുക. പേജ് നമ്പർ 161. 1946 മാർച്ചിൽ ഇന്ത്യക്ക് അധികാരം കൈമാറുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. പെതിക് ലോറൻസ്, സർ സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരായിരുന്നു മിഷനിലെ അംഗങ്ങൾ. ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ബ്രിട്ടീഷ് പ്രവിശ്യകളെയും നാട്ടുരാജ്യങ്ങളെയും ഉൾപ്പെടുത്തി ഒരു ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുക. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നീ വിഷയങ്ങൾ യൂണിയൻ കൈകാര്യം ചെയ്യുക. ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക. ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനുള്ള ഭരണഘടനാ രൂപീകരണത്തിനും അധികാര കൈമാറ്റത്തിനും ക്യാബിനറ്റ് മിഷൻ നിർണായക പങ്കുവഹിച്ചു. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിന്റെ തുടർന്നുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. കൂടാതെ മറ്റു വിഷയങ്ങളുടെയും അക്ഷരകേരളി മാതൃകാ ചോദ്യപേപ്പറും പ്രധാന ചോദ്യോത്തരങ്ങളും ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.